നമുക്കറിയാം ഇത് മൂന്നാമത്തെ കേസാണ്. ആദ്യ 2 കേസുകൾ നിലനിൽക്കുകയാണ് മൂന്നാമതൊരു കേസ് വരുന്നത്. ആദ്യ 2 കേസുകളിലും അറസ്റ്റിലും ഉണ്ടായില്ല. എന്താണ് ഈ ആദ്യ കേസുകൾ സംഭവിച്ചതെന്ന് കൂടി നോക്കാം. അതായത് ആദ്യത്തെ കേസുണ്ടാവുന്നത് തിരുവനന്തപുരം സ്വദേശിയായ പരാതിക്കാരിയാണ്. ഇതിൽ കേസുണ്ടാവുന്നത് ആദ്യം തിരുവനന്തപുരം സ്വദേശിയായ പരാതിക്കാരിയാണ് ഈ വിഷയത്തിൽ പരാതി നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഈ യുവതി പരാതി നൽകി. അറസ്റ്റിനിടെ രാഹുൽ ഒളിവിൽ പോകുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പിന്നീട് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് രാഹുലിന് മുൻകൂർ ജാമ്യം തേടി രാഹുൽ പിന്നീട് ഈ ഒളിവിനിടയിൽ തിരുവനന്തപുരത്ത് സെഷൻസ് കോടതിയെ സമീപിക്കുന്നു. പക്ഷേ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു. ഒടുവിൽ ഹൈക്കോടതി രാഹുൽ സമീപിക്കുന്നു. അങ്ങനെ ഹൈക്കോടതി ഈ മാസം 21 വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുമുണ്ട് എന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് നിലവിൽ മുൻകൂർ ജാമ്യ കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ്. എന്തായാലും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ തീരുമാനം മുന്നിലുണ്ട്. അതാണ് രാഹുലിന് ആദ്യത്തെ കേസിൽ സംഭവിച്ചത്. ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ കേസിൽ പരാതിക്കാരി ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു 23 വയസ്സുകാരിയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് ഈ അതിജീവിതം നൽകിയ പരാതി. സെഷൻസ് കോടതിയിൽ നിന്നും ഉപാധികളോടെയാണ് ഈ രണ്ടാമത്തെ കേസിൽ രാഹുലിന് ജാമ്യം കിട്ടി. പക്ഷേ പ്രോസിക്യൂഷൻ ഇതിനെതിരെ അപ്പീൽ പോയി. അപ്പീൽ ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതായത് ഈ മാസം തന്നെ ഈ 2 കാര്യങ്ങളിലും തീരുമാനമുണ്ടാവേണ്ടതാണ്. ആ പ്രോസിക്യൂഷൻ്റെ അപ്പീലിലും ഒപ്പം തന്നെ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലും ഹൈക്കോടതിയിൽ ഈ 2 കേസുകളിലായി തീരുമാനമുണ്ടാവേണ്ടിയിരിക്കുന്നു. ഇതിനിടയിലാണ് ഈ പുതിയ നീക്കം ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യ 2 കേസുകളിലും ഒളിവിലിരുന്നു കൊണ്ട് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടാൻ രാഹുലിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് മറിച്ചാണ്. രാഹുൽ അത്തരമൊരു സാവകാശം പോലും നൽകാതെ വലിയ ചടുലമായൊരു നീക്കം തന്നെയാണ് ഇതിൽ SIT നടത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നോക്കാം വളരെ സുപ്രധാനമായി ഈ അറസ്റ്റിനോട് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത്. കാരണം സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ചടുലമായ നീക്കവുമായി അറസ്റ്റുകളുടെ എണ്ണമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നീക്കം അതിൻ്റെ രാഷ്ട്രീയം എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. വി അരുൺ എനിക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, വളരെ സുപ്രധാനമാണ്. കാരണം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരുക്കങ്ങൾക്കിടയിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. രാഹുലിനെ നേരത്തെ കോൺഗ്രസ് കൈവിട്ടതാണ്, പക്ഷേ ഇപ്പോഴും MLA ആയി തുടരുന്നു. അപ്പോൾ രാഹുലിൻ്റെ അറസ്റ്റ് കോൺഗ്രസിന് മുന്നിലേക്ക് ചോദ്യമായി വരും. കോൺഗ്രസ് പ്രതിരോധം ഉയർത്തും. സർക്കാർ എങ്ങനെയാണ് ഈ അറസ്റ്റിനെ കാണുന്നത്? എങ്ങനെയായിരുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിൻ്റെ ഈ ഒരു നീക്കം? അതിൽ രാഷ്ട്രീയ നിർദ്ദേശം സ്വാഭാവികമായും ഉണ്ടായി കാണുമല്ലോ. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം കേസുകൾ പ്രതിയാവുകയും പോലീസിനെ കബളിപ്പിച്ച് പോവുകയും ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ പോലീസിന് ആഭ്യന്തര വകുപ്പിന് നാണക്കേടായി മാറിയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ യഥാർത്ഥത്തിൽ ഈ ഒരു സംസ്ഥാനം അറിയുന്ന നേതാവായി വളർത്തിയത് പോലും പിണറായിയുടെ പോലീസ് വകുപ്പാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ ചെറിയ ഒരു കേസിൽ, അതായത് സെഷൻ ജാമ്യം നൽകി വിട്ടേക്കാവുന്ന കേസിൽ അയാളെ വീട് വളഞ്ഞ്, അതും പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത് ഇടാനുള്ള ശ്രമത്തിൽ തുടങ്ങുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ രാഷ്ട്രീയ വളർച്ച. സർക്കാരിന്റെ പോലീസിന്റെ പ്രതികാര രാഷ്ട്രീയത്തിന് ഇരയായി മാറിയ യുവ നേതാവെന്ന പ്രതിച്ഛായ രാഹുലിന് ലഭിക്കുന്നു. പോലീസ് വേട്ടയാടിയ യുവ നേതാവെന്ന പ്രതിച്ഛായ രാഹുൽ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പാലക്കാട്ടേക്ക് സ്ഥാനാർത്ഥിയെ വരുമ്പോഴും രാഹുലിനെ കുടുക്കാൻ അല്ലെങ്കിൽ രാഹുലിനെ കേസിൽ പ്രതിയാക്കാൻ പോലീസിന് അവസരം ലഭിച്ചതാണ്. അന്ന് അവിടെ KPM ഹോട്ടൽ, രാഹുൽ അറസ്റ്റിലാതെ KPM ഹോട്ടലിൽ നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നു എന്ന് പോലീസ് ഉറച്ചു വിശ്വസിച്ചതാണ്. അതിന്റെ തെളിവുകൾ സൂചനകൾ അവർക്ക് ലഭിച്ചതുമാണ്. പക്ഷെ അവിടെയും പോലീസിന്റെ അതിബുദ്ധിയോ അല്ലെങ്കിൽ ബുദ്ധിശൂന്യതയോ രാഹുലിന് ഗുണമായി മാറുകയായിരുന്നു. അന്ന് CPM നേതാക്കളുടെ കൂടി ഒത്താശയോടുകൂടി, ഒരു ചാനലിന്റെ കൂടി സഹായത്തോടുകൂടി പോലീസ് നടത്തിയ ഒരു നീക്കം പൊളിഞ്ഞ് പോവുകയായിരുന്നു. അവിടെ രാഹുൽ അവിടെയും സ്കോർ ചെയ്തു. ആ പെട്ടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പെട്ടി മാറ്റാൻ രാഹുലിന് കഴിഞ്ഞു എന്ന് പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ പലപ്പോഴും വീമ്പ് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പോലീസ് അവിടെ അബദ്ധം കാണിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഒരു പോലീസിന്റെ അബദ്ധമായിരുന്നു. ആളെ കൂട്ടി ഒരു റെയ്ഡ് നടത്തുക, നേരത്തെ ഒരു ചാനലിൽ അറിയിച്ച് അവിടെ അവരെ പരസ്യമായി നിർത്തുക, രാഹുലും ഷാഫിയും ഉൾപ്പെടുന്ന കോൺഗ്രസ് സംഘം അത് കൃത്യമായി മനസ്സിലാക്കുക, അതിനെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ മറുപടി പറയുക. അതിനുശേഷം ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലും CPMന്റെ സൈബർ വിഭാഗത്തിന്റെ ഭാഗത്തുള്ള വലിയ ഇടപെടലും നേതാക്കളുടെ വലിയ വീഴ്ചയുമൊക്കെ ഉണ്ടായി എന്ന് നേരത്തെ പുറത്തുവന്ന വിവരമാണ്. അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിക്കുകയായിരുന്നു, നാണം കെടുത്തുക
നടത്തുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും രാഹുലും പോലീസുമായുള്ള അന്ന് ഇലക്ഷൻ സ്ക്വാഡുമായാണ് രാഹുൽ ഏറ്റുമുട്ടിയത്. അവിടെയും ഒരു പ്രശ്നത്തിനുള്ള തർക്കത്തിനുള്ള അവസരം രാഹുലും ഷാഫി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു എന്നാണ് ആരോപണം അന്ന് ഉയർന്നു വന്നത്. ഏതായാലും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാകുന്നു, ആരോപണങ്ങൾ വരുന്നു. അപ്പോഴെല്ലാം രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് അവസരമുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ പോലീസിന്റെ നീക്കങ്ങൾ അമ്പേ പാടുന്നതാണ് കണ്ടത്. അല്ലെങ്കിൽ പോലീസിനെ പൂർണ്ണമായും മണ്ടന്മാരാക്കി രാഹുൽ രക്ഷപ്പെടുന്നതാണ് കണ്ടത്. പോലീസിന്റെ കൺവെട്ടത്തുണ്ടായിരുന്ന രാഹുൽ ഒരു സുപ്രഭാതത്തിൽ ഒളിവിൽ പോകുന്നു. പിന്നീട് കർണാടകയിലാണെന്നും തമിഴ്നാട്ടിലാണെന്നും മാറി മാറി പറയുന്നു. പോലീസ് എത്തുമ്പോൾ അവസാന നിമിഷം രാഹുൽ പലയിടത്തു നിന്നും രക്ഷപ്പെട്ട് ഓടുന്നു. അത് പോലീസിൽ നിന്നുള്ള ഒറ്റുകാരാണ് രാഹുലിന് വേണ്ടി വിവരങ്ങൾ ചോർത്തുന്നതെന്ന് പോലീസ് തിരിച്ചറിയുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ പോലീസ് രാഹുലിന് വേണ്ടി വിന്യസിച്ച് അവരെ പൂർണ്ണമായും പിൻവലിക്കേണ്ട നാണക്കേടിലേക്ക് പോലീസ് എത്തുന്നു. മുഖ്യമന്ത്രി ഓഫീസ് വളരെ കൃത്യമായി തന്നെ രാഹുൽ എല്ലാ കേസുകളിലും ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചതാണ്. പക്ഷേ അവിടെ മുഖ്യമന്ത്രി ഓഫീസിന്റെ ചില ഇടപെടൽ കൂടി രാഹുലിന്റെ വളർച്ചയ്ക്ക് തുണയായി എന്നത് നമ്മൾ ആദ്യത്തെ കേസ് മുതൽ കാണേണ്ട ഒന്നുകൂടിയാണ്. ഏതായാലും ആ ഒരു നാണക്കേട്, രാഷ്ട്രീയ നാണക്കേട് പോലീസിനും സർക്കാരിനും ഭരണപരമായ നാണക്കേട് പോലീസിനും ഉണ്ടായിരുന്നു. അതിന്റെ തെറ്റിന്റെ പശ്ചാത്താപം തീർക്കുകയായിരുന്നു പോലീസ് ഇപ്പോൾ ഈ കേസ് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇത് വളരെ കൃത്യമായ നീക്കമായിരുന്നു പോലീസ് നടത്തിയത്. അതീവ രഹസ്യമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് രാഹുൽ വലയിലാകുന്നത്. ഏതായാലും അവിടെ പോലീസിന് പറഞ്ഞു നിൽക്കാം, എത്ര ഉന്നതരായാലും സർക്കാരിന് CPM പറഞ്ഞു നിൽക്കാം, എത്ര ഉന്നതരായാലും പ്രതികൾ ആരായാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കും, ശിക്ഷിക്കുമെന്ന് സർക്കാരിന് പറഞ്ഞു നിൽക്കാം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ CPMന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സൈബർ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് ഈ സർക്കാർ പിണറായി സർക്കാർ വന്ന ശേഷമുള്ള ഓരോ അറസ്റ്റും പറഞ്ഞുകൊണ്ടാണ്. അത് പെരുമ്പാവൂരിലെ കേസിലെ പ്രതിയെ പിടിച്ചത് മുതൽ ഉള്ള കാര്യങ്ങൾ, അന്ന് പോലീസുകാരെ മുഖംമൂടി അണിയിച്ച പ്രതികളെന്ന് പറഞ്ഞു കൊണ്ടുപോയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ നടപടിയെ പരിഹസിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികൾ പിടിയിലാവുന്നു. ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന ബിഷപ്പിനെ പിടികൂടുന്നു. അയാൾ പിന്നീട് പുറത്തിറങ്ങിയതും ആ ഇരയുടെ സംഘടനകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടാണെങ്കിൽ പോലും അത്തരം കേസുകളുണ്ട്. PC ജോർജിനെ സ്ത്രീകൾ അപമാനിച്ച കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ആ രീതിയിൽ എടുത്തുകാട്ടുന്നു. ഒടുവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ദിലീപ്, ഏറ്റവും പ്രധാനപ്പെട്ട ദിലീപിന്റെ കേസ് അതിജീവിതയെ അപമാനിച്ച ദിലീപിനെ അറസ്റ്റ് ചെയ്തത്, പിന്നീട് ദിലീപും രക്ഷപ്പെട്ടു പോയിരുന്നത് അതിന്റെ മറ്റൊരു വശമാണ്. അങ്ങനെ ആദ്യ പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള സ്ത്രീ പീഡന കേസുകൾ അല്ലെങ്കിൽ സ്ത്രീകളെ ശല്യം ചെയ്ത കേസുകളിൽ, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണ സംഭവങ്ങളിൽ സർക്കാർ എടുത്ത നിലപാടുകൾ അത് മുഖം നോക്കാതെ, ആളുകളുടെ വലിപ്പം നോക്കാതെ, അവരുടെ പദവികൾ നോക്കാതെ അവർ ജയിലിലടച്ച സംഭവങ്ങൾ, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അഭിമാന നേട്ടമായി പിണറായി സർക്കാരും ഇടത് CPM സൈബർ ഹാൻഡിലുകളും ഇപ്പോൾ എടുത്തു കാട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തന്നെയാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലും അവർ അത് പ്രചരണ വിഷയമാക്കും. CPMന്റെ അല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ചകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ രീതിയിലേക്ക് വളർത്തിയെന്ന അവസ്ഥ കൂടി ഓർമ്മിച്ചു പോകണം. എങ്കിലും ഇപ്പോൾ അതൊരു അഭിമാന നേട്ടമായി തന്നെയാണ് CPM സൈബർ അണികളും CPM നേതാക്കളുമൊക്കെ അവതരിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. നേരത്തെ വിൻസെന്റ് എന്ന MLA അറസ്റ്റ് ചെയ്തിരുന്നു. സമാനമായ കേസിൽ മറ്റൊരു MLA എൽദോസ് കുന്നപ്പള്ളിലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം CPMന്റെ തന്നെ MLA മുകേഷ് ജയിലിൽ പോയില്ലെന്ന് മാത്രമാണ് ഉള്ളത്. മുകേഷിനെതിരെയും കേസുണ്ടായിരിക്കുന്നു. അങ്ങനെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള വിഷയങ്ങളിൽ തെറ്റ് ചെയ്തവർ ആരായാലും അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ധൈര്യം കാട്ടുന്ന, അതിന് ആർജവം കാട്ടുന്ന സർക്കാരാണിതെന്ന് സ്ഥാപിക്കാൻ കൂടി തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടും ശ്രമിക്കും. അവിടെ അതിനപ്പുറത്തേക്ക് CPMന്, പോലീസിന്, രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെയുള്ള ഇപ്പോഴത്തെ ഈ നടപടികൾ ഒരു പ്രതികാരം കൂടിയാണ്, മധുര പ്രതികാരം കൂടിയാണ്. കാരണം പോലീസ് ഇത്രയേറെ അവഹേളിച്ച അല്ലെങ്കിൽ പോലീസിനെ കബളിപ്പിച്ച, പോലീസിന്റെ പരിഹാസ കഥാപാത്രമാക്കി മാറ്റിയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് സമീപകാലത്തൊന്നും ഇല്ല. അത്തരമൊരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിന്റെ സ്വാഭാവികമായ അഭിമാനബോധവും അത് നേട്ടമാക്കി മാറ്റുന്ന ശ്രമങ്ങളും പോലീസും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ നടത്തുമെന്ന് ഉറപ്പാണ്. യെസ്, അതാണ് ആരൻ സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ഇതിന്റെ രാഷ്ട്രീയമായ ഒരു സാധ്യത ഇടതുപക്ഷത്തിന് മുന്നിലുണ്ട്. കാരണം ഇതുവരെ പോലീസിന് ആഭ്യന്തര വകുപ്പിനെ പറ്റിയ പിഴവ് അത് തിരുത്തുന്ന ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ്. അപ്പം ഒരു ചടിലമായ നീക്കമാണ് അതിൽ ആ തരത്തിലുണ്ട്. എന്തായാലും വരുന്ന പ്രതികരണങ്ങളും അരുൺ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. എന്തായാലും ഇനിയും വരികയാണ് പല പ്രതികരണങ്ങളും പല മേഖലകളിൽ നിന്നുമായി വരുന്നുണ്ട്. ഒന്ന്, ഇത് സർക്കാരിൻ്റെ ആർജവമുള്ള ഒരു നടപടിയാണെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. അതല്ല, ഇതിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് വാദിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. എന്തായാലും ഇതിൽ വ്യത്യസ്തമായ പല പ്രതികരണങ്ങളും സാഹചര്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയുടെ പ്രതികരണം അല്പസമയം മുമ്പുണ്ടായി. സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇത്തരം പരാതികൾക്കെതിരെ ചടുലമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ നടപടി എന്നതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം. കേൾക്കാം സതീദേവി.
മുൻപ് പരാതികൾ ഉണ്ടായ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ആരുടെയൊക്കെയോ വൻകിടക്കാരുടെ പരിരക്ഷ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് കരുതുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പം മൂന്നാമതൊരു പരാതി ഉയർന്നു വന്ന സമയത്ത് വളരെ കരുതലോടുകൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി. തീർച്ചയായും സ്ത്രീകളെ അപമാനിക്കുക മാത്രമല്ല പണം തട്ടിയെടുത്തു എന്നുള്ള ആരോപണമടക്കം ഈ കേസിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് എത്ര അപമാനകരമാണ്. അതും ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇത്രയും നീചമായിട്ടുള്ള രൂപത്തിലുള്ള പെരുമാറ്റം സ്ത്രീകളോട് കാട്ടുന്നു എന്നുള്ളത് നിയമ സംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് തീർത്തും അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിനെ വളരെ കരുതലോടുകൂടിയിട്ട് പോലീസ് സംവിധാനം മുന്നോട്ട് വന്നു എന്നുള്ളതും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതും വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്, പ്രത്യേകിച്ച് ഈ അന്വേഷണ സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത വനിതാ IPS ഓഫീസർ പൂങ്കുഴലിക്ക് ഒരു സല്യൂട്ട് നൽകാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.